ഇങ്ങനെയുണ്ട് തന്നെ ക്ഷീണം കുറഞ്ഞോ? ഓരോണ്ട് ചേക കടന്നപ്പോൾ ഇച്ചിരി സമാധാനായി. 7-ാം മാസമല്ലേ ആയുള്ളൂ, ഇനിയും കിടക്കുന്നു. ക്ഷീണമൊക്കെ കൂടാനേ ചാൻസ് ഉള്ളൂ. ചേച്ചി എന്തേ അമ്മേ? അത് അവള് ട്രയൽ മേക്കപ്പോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിലോട്ട് പോയേക്കുക. പിന്നെ കല്യാണത്തിന് തലേന്നിടാൻ അവളെ ലെഹങ്ക ഉണ്ടല്ലോ, അതിൻ്റെ ബ്ലൗസ് എന്തോ ലൂസ്, അപ്പം അതൊക്കെ അടിക്കാൻ പോയേക്കുക അവള്. അമ്മ എന്തേ അടുക്കളയിൽ തിരക്കൂടി ചെയ്യുന്നേ? ഞാൻ ഇച്ചിരിയേ കുഴലപ്പോ അച്ചപ്പോ ഒക്കെ ഉണ്ടാക്കാൻ നൽകുമായിരുന്നു. എന്നുവെച്ചാൽ ബന്ധുക്കാരൊക്കെ വരികില്ലേ, എല്ലാവർക്കും ഈ ചായ ഉണ്ടാക്കി കൊടുക്കണേന് പകരം ഇച്ചിരി വെള്ളവും കലക്കി അച്ചപ്പവും കുഴലപ്പവും ഒക്കെ 2 പ്ലേറ്റിൽ അങ്ങോട്ട് വെക്കാം. അല്ലാണ്ട് ഇതിനൊക്കെ ബേക്കറി വാങ്ങിക്കലും അടക്കോ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മായി കുറച്ച് കഴിയുമ്പോൾ വരും, പുള്ളിക്കാരി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളല്ലേ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ. ഇങ്ങനെയൊക്കെയാ കല്യാണം. നിന്റെ കല്യാണം ഇതുപോലെ വലിയ ആഘോഷമായിട്ട് നടത്തേണ്ടതല്ലേ, അതെങ്ങനെയാ? അതിനുള്ള ക്ഷമ നിനക്ക് ഉണ്ടായില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നില്ലമ്മേ. അതേ പെണ്ണെ, ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കുകയെന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ. എൻ്റെ വായിരിക്കുന്ന നീ കേൾക്കും. എന്തവസ്ഥ ഉണ്ടായിട്ടാണ് നീ അവൻ്റെ കൂടെ ആ സമയത്ത് ഇറങ്ങി ഒളിച്ചോടി പോയത്? ഞങ്ങൾ നിന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുമായിരുന്നു? അല്ല, വേറെ വഴിയില്ലായിരുന്നല്ലോ അന്ന്. നീ എന്നാടി പറയുന്നേ? രാവിലെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി മോരുകറിയൊക്കെ കൂട്ടി ചോറ്റുപാത്രത്തിൽ ചോറും തന്ന് നിന്നെ കോളേജിലേക്ക് വിട്ടതാ. വൈകുന്നേരം ഞങ്ങൾ അറിയുന്ന എൻ്റെ മോള് ഒളിച്ചോടി പോയെന്ന്. ഞങ്ങളുടെ ഈ അവസ്ഥ നീ അന്ന് ഓർക്കണം കേട്ടോ. നീ മറക്കരുത് നീ അതൊക്കെ. എൻ്റെ ഞാൻ ചത്താലും മറക്കാത്ത കാര്യങ്ങളാ. വൈകുന്നേരം നീ മനുവിൻ്റെ കൂടെ ഒളിച്ചോടിന്നും പോയെന്ന് പറഞ്ഞ് പോലീസുകാരും ഒക്കെ ബഹളമൊക്കെ ആയി അറിയുമ്പോൾ ഞാൻ അപ്പോഴറിയണം എൻ്റെ മോൾക്ക് ഒരാളെ ഇഷ്ടമാ, അവള് ഇങ്ങനെ പോയി എന്നൊക്കെ. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് കരച്ചിലല്ല വന്നു. എൻ്റെ അവസ്ഥ എന്നാന്ന് എനിക്ക് അപ്പം അറിയത്തില്ല. എനിക്ക് ഇപ്പോഴത് ഓർക്കുമ്പോൾ നെഞ്ചി കിടന്നൊരു ആളല്ല. നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഇങ്ങനെ ഞങ്ങളെ നാണം കെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മ, അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല. പിന്നെ ഇത്രയും നാളിങ്ങനെ കാത്തിരിക്കാനുള്ള ക്ഷമയും ഉണ്ടായിരുന്നില്ല, അതാ സത്യം. നിന്റെ ആ എടുത്തുചാട്ടം കാരണം ഉണ്ടല്ലോ, എത്ര പേരുടെ മുന്നിൽ ഞങ്ങൾ തനുഭവിച്ചെന്നറിയോ? ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മോള് പോയല്ലേ, ചോദ്യം കേട്ട് മടുത്തായിരുന്നു. എൻ്റെ ചേച്ചിയുടെ കാര്യം തന്നെ, എത്ര നല്ല കല്യാണജനങ്ങൾ ഇതിന് മുന്നേ വന്നെന്നറിയോ? ഇതും നല്ല, ഇത് ദൈവം കൊണ്ട് എത്തിച്ചതാ. പക്ഷെ എന്നാൽ ഇതിന് മുന്നേ വന്നൊക്കെ ഈ ഒരു കാരണം പറഞ്ഞ് പലതും മാറിപ്പോയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിരിക്കണം നിന്റെ അടുത്ത് ഞാൻ എന്ത് പറയാനാണ്? നീ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുതെ വിഷമിപ്പിക്കാൻ നിൽക്കണില്ല. നീ പോയി എവിടെയും പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്, മനസ്സ് വിഷമിക്കണ്ട. ആകെ ക്ഷീണിച്ചു പോയി. നിന്റെ വയ്യായി കുറഞ്ഞോ? കുറഞ്ഞു ചേച്ചി. എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഓടേണ്ട അവസ്ഥയാണ്. സാധാരണ ചേച്ചിമാരുടെ കല്യാണത്തിന് അനിയത്തിമാരാണ് ഓടുന്നത്. നീ ഇങ്ങനെ ഇരിക്കണത് നിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയാനാണ്? അയ്യോ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് മടുത്ത്. കുറേ കസിൻസ് ഉണ്ട്, ഒരു അനിയത്തി ഉണ്ട്, എന്നിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ കല്യാണത്തിന് കിടന്ന് കഷ്ടപ്പെടുന്നത്. 4 ദിവസമായ കല്യാണമാണ്, മടുത്ത്. 7-ാം മാസമായിപ്പോയി. മാത്രമല്ല നല്ല വയ്യായുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തിനെങ്കിലൊക്കെ കൂടിയാന്. ഇതിപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, സോറി, നിന്റെ ഒളിച്ചോട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മാസമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നീ 7 മാസം ഗർഭിണി. ഇപ്പം ഇതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. നീ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? ഒരു ബോധവും ഇല്ലാണ്ട് എല്ലാത്തിനും ഇറങ്ങി പുറപ്പെട്ടിട്ട്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യം? ഒരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആകുമ്പോഴേക്കും കയ്യിലൊരു കുഞ്ഞ്. എന്തൊരു അവസ്ഥയാണ്. ഞാൻ നേരത്തെ ആരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഫാമിലി പ്ലാനിങ് ഞങ്ങൾക്ക് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആവശ്യത്തിന് ട്രിപ്പൊക്കെ പോയി ഒന്നൊന്ന് ആഘോഷിച്ചിട്ട് ജീവിതം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് ജീവിതം. അതൊരു ഇത് വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നത് ഞങ്ങളുടെ താല്പര്യം. അത് ശരിയാ. ഇപ്പം നിൻ്റെ കാര്യം തന്നെ നോക്ക്. നീ എന്നേക്കാൾ 4 വയസ്സ് ഇളയതാ. പക്ഷേ ഇപ്പം 7-ാം മാസമായിട്ട് ഗർഭിണിയായിട്ട് ഇരിക്കുന്നു. നീ എന്തോ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴല്ലേ? സെക്കൻഡ് ഇയർ ആയിരുന്നല്ലോ, അപ്പോഴാണ് നീ ഒളിച്ചോടി പോയത്. അതുകൊണ്ട് പഠിപ്പ് തുടങ്ങി. ഇനിയിപ്പോൾ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് ഒരു 4 വയസ്സാവാണ്ട് നിനക്ക് പഠിക്കാൻ പോകാൻ പറ്റുമോ? അതുവരെ നീ വെയിറ്റ് ചെയ്യണം. നിൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ നീ അത്രയും നാൾ വെയിറ്റ് ചെയ്യണം. ഇതാണ് പറയണത്. ആലോചിച്ചും കണ്ട് ഫ്യൂച്ചർ നോക്കാതെ തന്നെ കുഴപ്പമാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്തായാലും ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. മോളെ, അമ്മായി എപ്പോൾ വന്ന്? ഞാൻ കുറച്ച് നേരം ആയുള്ളൂ വന്നിട്ട്. നിൻ്റെ അനിയത്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും മിണ്ടാൻ പോയില്ല.
നമ്മളെ നാണം കെടുത്തി വല്ലവൻ്റെയും കൂടെ അത് ഏതോ ഒരു പദത്തിൻ്റെ പെട്ട ചെറുക്കനെയും കൂടെ ഒളിച്ചോടിപ്പോയി ഇവിടെ അടുത്ത് ഞാൻ എന്ത് മിണ്ടാനാണ്? ഞാൻ ചത്താലും മിണ്ടില്ല എന്ന് പറഞ്ഞ്. അമ്മ എങ്ങനെയൊന്നും പറയല്ലേ, അവളിങ്ങനെ ഒരു അവസ്ഥ ഇരിക്കുകയല്ലേ, ഇപ്പോഴും ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ. അവളെ ഒന്നും കല്യാണത്തിൽ വിളിക്കാൻ പാടില്ലായിരുന്നു. എന്തിന്? നാണം കെടുത്തി. നിൻ്റെ എന്തോരം കല്യാണമാണ് അവൾ മുടക്കിയത്. അവളുണ്ടാക്കിയ നാണക്കേട് ആരെയൊക്കെ കൂടുതൽ ബാധിച്ച എനിക്ക് തന്നെയാണ്. പക്ഷെ എത്രയൊക്കെ ആയാലും അവൾ എൻ്റെ കൂടപ്പുറപ്പല്ലേ അമ്മായി. അവളില്ലാതെ ഒരു കല്യാണം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അവളുടെ പ്രായത്തിൻ്റെ എന്തൊക്കെയോ പൊട്ടത്തരം കാണിച്ച് പോയി. ഇപ്പോൾ അതേ വയറ്റിലൊരു കുഞ്ഞുമായിട്ട് അവളിരിക്കുക. അവളോട് എനിക്ക് പൊറുക്കാനേ പറ്റുള്ളൂ. ഞാൻ തന്നെ നിർബന്ധിച്ച് അച്ഛനും അമ്മേനോടത്ത് അവളെ വിളിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്താ, ആ ഒരു കാര്യം കൊണ്ട് അവൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റിയില്ലേ. കൂടപ്പറപ്പ് എന്നുള്ള നിനക്കുള്ള ചിന്ത അവൾക്കുണ്ടായില്ലല്ലോ. നീ അവളെക്കുറിച്ച് ചിന്തിച്ചു എൻ്റെ കല്യാണത്തിന് എൻ്റെ കൂടപ്പറപ്പ് എൻ്റെ അനിയത്തി വേണമെന്ന്. ആ ചിന്ത അവൾക്ക് പോയപ്പോൾ ഇല്ലായിരുന്നല്ലോ. ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് ഒരു കല്യാണം വരണ്ടയാ, ആ ചേച്ചി എങ്ങനെ അത് അവൾ ചിന്തിച്ചോ? സാരല്ല അമ്മായി, പാവം, വെറുതെ അമ്മായി അവളോട് ദേഷ്യം കാണിക്കില്ലേ. മോളെ, അമ്മായിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിൻ്റെ കല്യാണം കഴിഞ്ഞാലും അച്ഛനും അമ്മയും നീ മറക്കരുത്. നിൻ്റെ അനിയത്തി കാണിച്ചത് തൊട്ട് അവരെ നീ തള്ളിക്കളയരുത്. ഞാനങ്ങനെ ചെയ്യൂ അമ്മായി? ഇല്ലെന്ന് എനിക്കറിയാം മോളെ, എന്നാലും ഞാൻ പറഞ്ഞതാ. എൻ്റെ ആങ്ങളയ്ക്ക് 2 പെമ്മക്കളേ ഉള്ളൂ, നീയും നിൻ്റെ അനിയത്തി. നിൻ്റെ അച്ഛന് വലിയ ആരോഗ്യത്തിനൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ നിൻ്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ. ഇപ്പോഴും ആ നടുവേദന സഹിച്ചുകൊണ്ടാണ് അവൾ നടക്കുന്നത്. നിൻ്റെ ഒളിച്ചോടിപ്പോയ അനിയത്തി അവളുടെ ഭർത്താവും ഒന്നും അവരെ തിരിഞ്ഞു നോക്കത്തില്ല. നീ തന്നെ നോക്കണം. ആശുപത്രിക്കാരാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ല, കാര്യം അവർക്ക് മുൻപേ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു മാസം തന്നെ എത്ര പൈസ അടയ്ക്കണം? ഇല്ല, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉള്ള ലിങ്കിൽ പോയാൽ മാസം 400-500 രൂപ മുതലുള്ള പ്ലാനുകളുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. 1 കോടി വരെയൊക്കെ കവറേജ് ഉള്ള പ്ലാനുകൾ 25% വരെ ഡിസ്കൗണ്ടോടെ എടുക്കാം. ആഹാ, ഇത്ര കുറഞ്ഞ പൈസക്കൊക്കെ എടുക്കാൻ പറ്റുമോ? പിന്നെ ഇല്ലാതെ, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്താൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്കിഷ്ടമുള്ള ഇൻഷുറൻസ് തന്നെ എടുക്കാം. പിന്നെ മാസം 1000-1500 രൂപയ്ക്കൊക്കെ ഒരു കുടുംബത്തിന് മൊത്തമായി നല്ല കവറേജ് ഉള്ള പ്ലാൻ തന്നെ എടുക്കാം. പിന്നെ ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റുള്ളിൽ കിട്ടുകയും ചെയ്യും. പിന്നെ പ്രവാസികൾക്കൊക്കെ പുറംനാട്ടിലുള്ള എടുക്കലിനേക്കാൾ 35 മുതൽ 40% വരെ ചിലവ് കുറവിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. പിന്നെ ഒരു അസുഖം വന്ന് എടുക്കുന്നതിനേക്കാൾ മുൻപേ എടുത്തു വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അച്ഛനും അമ്മയും ഇതെന്തായാലും മുൻകൂട്ടി ചെയ്തു വെച്ചല്ലേ, നന്നായി. അമ്മായി അവളോടൊന്നും സംസാരിച്ചില്ലായിരുന്നോ? ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ മിണ്ടിയില്ല മോളെ. അവളുടെ അടുത്ത് മിണ്ടാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവളെ എടുത്തോണ്ട് നടന്ന. അവൾ ഈ കുടുംബത്തിലുണ്ടാക്കിയ നാണക്കേട് ഞാൻ മറക്കില്ല. ഈ കുടുംബത്തിന് മാത്രമല്ല, എനിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ആങ്ങളുടെ മോൾ ഒളിച്ചോടിപ്പോൾ നാട്ടുകാർ മൊത്തം പറഞ്ഞു നടക്കുമായിരുന്നു. ഞാനൊന്നും അവളോട് മിണ്ടാനില്ല. അങ്ങനെ കാണിക്കില്ല അമ്മായി. അവൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുകയല്ലേ, അവസ്ഥയല്ല ഗർഭിണിയായിട്ടിരിക്കുകയല്ലേ. അമ്മായി അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവളുടെ മനസ്സെത്രയായാലും വേദനിക്കില്ലേ. അമ്മായി ഒന്ന് പോയി സംസാരിക്കേ. ശരി, ഒന്നാവും നിൻ്റെ കല്യാണമാണ്. നീ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ചെയ്യാതിരുന്ന മോശമല്ലേ. ഞാൻ നീ പറഞ്ഞതുകൊണ്ട് മാത്രം കേട്ടോ, നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോയി നീ പറഞ്ഞുകൊണ്ട് മാത്രം. നീ ഇവിടെ ഇരിക്കണ്ട. ഇതൊക്കെയാണ് കല്യാണം. ചേച്ചിയുടെ കല്യാണത്തിന് അനിയത്തി നിറവയറുമായിട്ടിരിക്കുന്നു. കാണുന്നവരൊക്കെ നീ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന്. അല്ല, നിന്റെ ഭർത്താവിൻ്റെ ആ ചെക്കൻ്റെ വീട്ടുകാരൊന്നും വരില്ലേ കല്യാണത്തിന്? അതിനവരെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലല്ലോ. ചേച്ചി, ഞാൻ പിള്ളേരുടെ അച്ഛനോട് പറഞ്ഞതാ, നേരിട്ട് പോയി വിളിക്കാൻ മടിയാണെങ്കിലും ഒന്ന് ഫോണിലെങ്കിലും വിളിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മര്യാദയുടെ പുറത്തേ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കത്തില്ല. എൻ്റെ ആങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളെ നല്ല അന്നാന്തരം തറവാട്ടുകാരാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഒറ്റ എണ്ണം പോലും അന്നമതത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചിട്ട്, എന്തിന് ഒരു സ്നേഹബന്ധത്തിൽ പോലും കല്യാണം കഴിച്ചിട്ടില്ല. അതാണ് ഒരു പ്രേമിച്ച് കിടക്കുക, അങ്ങനെയൊന്നും ഇല്ലാത്ത കുടുംബം. നിനക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ പിന്നെ നിന്റെ ഈ മകള് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ അവൻ എന്തോരം നാണക്കേടുണ്ടാക്കിയിരിക്കും. കാര്യം ഞാൻ എൻ്റെ അമ്മയ്ക്കായി എന്നാലും പറയാ, നീ ആ സമയത്ത് ഉണ്ടാക്കിയ നാണക്കേടുണ്ടല്ലോ, ഞാൻ ചത്താലും പറക്കത്തില്ല. പിന്നെ അതൊക്കെ ഞാൻ നിന്നെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കണായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നിന്നോടൊരു വാക്ക് പോലും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ മിണ്ടാതിരിക്കണ എന്തിനാടിരാതെ. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, മൂത്തവളുടെ ബന്ധുക്കാർ വരില്ലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കല്യാണത്തിന് വരും. അപ്പോൾ അതേ അനിയത്തി നിറവേറമായിട്ട് ഇരിക്കുന്നു.
എന്റെ പൊന്നോ അവരും അറിയും, മൊത്തം അറിയും. അവരൊക്കെ ചോദിക്കണേന് എല്ലാം മറുപടി എന്ത് പറയും? ഓ എനിക്കത് ഓർക്കുമ്പോ തന്നെ അരിച്ചു കയറി വരുന്നുണ്ട്. ശരിയാ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. ഞാൻ കുറെ നാണം കെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിരിക്കുമ്പോഴും നിങ്ങൾ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ പ്ലീസ്. എടി കൊച്ചേ, ഈ കണ്ട ആൾക്കാരുടെ മുന്നിൽ മൊത്തം അവളുടെ മാതാപിതാക്കളെ ബന്ധുക്കളെ നാണം കെടുത്തിട്ട് അവളൊക്കെ ഇതൊക്കെ കേൾക്കാൻ അപ്പം അർഹതയുണ്ട്. അവൾ ഇതെല്ലാം കേൾക്കണം. അവൾക്കത് കേട്ടേ മതിയാവും. ജീവിതകാലം മുഴുവൻ അവൾ ഇതൊക്കെ കേൾക്കണം. അത്രയും നമ്മൾ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. എന്തോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിരുന്നു. നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നത് തന്നെയാണ് ബുദ്ധി. ഒരു അസുഖം വന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ പല അസുഖങ്ങൾക്ക് 3-4 വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ക്ലെയിം ഉടനെ കിട്ടില്ല. അതുകൊണ്ട് 25% വരെ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നല്ലൊരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി.